സമയം രാത്രി ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇവിടെ അടുത്തൊരു പരിപാടിക്ക് പോവാണ്. ഇവിടുത്തെ വിനായക ചതുർത്ഥീൻ്റെ ആഘോഷങ്ങൾ ഇന്നുകൊണ്ട് തീരുവാണ്. ഇവരൊരുക്കി വെച്ചിരിക്കുന്ന ഗണേശ വിഗ്രഹങ്ങളെല്ലാം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങുണ്ട്. കുറേ ദിവസമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. ഇന്നാണ് ലാസ്റ്റ് ദിവസം. ഇതിൽ കണ്ടില്ലേ, വലിയ ക്രെയിനുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഗണേശ വിഗ്രഹങ്ങളെല്ലാം ഇവർ ആ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവർ ഇതുപോലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ഏരിയയിലുള്ള കാഴ്ചയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെയാണ് കുറച്ചും കൂടെ വലിയ രീതിയിൽ ഈ ഒരു നിമജ്ജനം നടക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ ലോറിയിൽ വിഗ്രഹങ്ങളും ആളും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലത്ത് അത്ര തിരക്ക് ഇപ്രാവശ്യം ഇല്ലയെന്നാണ് തോന്നുന്നത്. ഓരോ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ഗണേശ വിഗ്രഹങ്ങൾ ഓരോ ടൈപ്പിലും ഓരോ സ്റ്റൈലിലും ഉള്ളതാണ്. അതുകൂടാണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഓരോ ഡ്രസ് കോഡിലൊക്കെയാണ് വരുന്നത്. നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല ആഘോഷമായിട്ടാണ് ഇവർ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ചടങ്ങുണ്ട്, പക്ഷേ ഇത്ര ഗ്രാൻഡായിട്ടൊന്നും നമ്മുടെ നാട്ടിൽ നടത്തുന്നില്ല. അപ്പോൾ നാട്ടിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാത്തവർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും ഇതുപോലെ കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെയാണ് നടത്തുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ഈ ഗണേശ വിഗ്രഹത്തിൻ്റെ കാഴ്ചകളെല്ലാം നമ്മുടെ ചേട്ടനാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. പാവ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് എനിക്ക് വേണ്ടി വീഡിയോ ഒക്കെ എടുത്തു തന്നിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മളുടെ റഷീദേ ഫാമിലിയും ഉണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മളിത് കാണാൻ പോകുമ്പോൾ നമ്മളുടെ മുനീബ്ക്കാൻ ഫാമിലി ആയിരുന്നു. ഇവിടെ വന്നിട്ട് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയും കൂടിയാണിത്. ഇത് കണ്ടില്ലേ, എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷത്തിലാണ്. തക്കുടുമൊക്കെ ഈ സമയത്ത് നല്ല ഫുൾ ഓണാണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവരിങ്ങനെ ഈ വണ്ടിയിൽ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇതിലൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ റോഡിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ നിമജ്ജനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയാണെങ്കിൽ ഫുൾ തിരക്കും ബഹളവുമാണ്. ഇത് കാണാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ തിരക്ക് കൂട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പോലീസുകാർ വന്ന് അവരൊക്കെ അവിടുന്ന് മാറ്റുന്നുമുണ്ട്, ചടങ്ങിന് തടസ്സമാവുന്നതുകൊണ്ട്. നമ്മളും അതിൻ്റെ ഇടയിലൊക്കെ പോയി എങ്ങനെയൊക്കെ എടുത്ത വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2025 വിനായക ചതുർത്ഥീൻ്റെ നമ്മൾ കണ്ട കാഴ്ചകൾ. ഇനി ഈ പരിപാടിക്ക് വേണ്ടി ഒരു കൊല്ലം കാത്തിരിക്കണം. അപ്പം നമ്മളിവിടെ ഉണ്ടെങ്കിൽ വീണ്ടും ഈ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ.